റജില, എന്താ പണി? പച്ചക്കറി ഇറക്കിയൊക്കെ? ആമ്മ. പനി കുറവുണ്ടോ? പനിയൊക്കെ കുറവുണ്ട്. ചെരങ്ങ തളിച്ചിങ്ങാണ്ട് പയർ ഉപ്പേരിയൊക്കെല്ലേ. എന്നിട്ടല്ലോ ഉണക്കമീൻ എന്തേലും പൊരിച്ചേണ്ടി വരുന്നു. മീനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അല്ല, കറിയൊക്കെ റഷീദ് മീൻ കൊണ്ടുവന്ന് നിൽക്കണിന്റെ കജ്ജില്. അത് കറിയൊക്ക, ആ പയറ് മാത്രം ഉപ്പേരിയൊക്ക. അത് ഇങ്ങോട്ട് കാട്ടുന്നാല് പച്ചക്കറി ഇജതട വെച്ചെങ്ങാണ്ടേ റഷീദിനും അല്ല ചായ വെള്ളം എന്തേലും കൊണ്ടുപോയി കൊടുത്ത. എന്തുമ്മ? ഞാനോ? അയച്ച് എന്താ പനക്കും ഇടക്ക് കൊണ്ടുപോയി കൊടുത്തൂടെ? ഞാൻ കൊടുക്കും. സാധാരണ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഉണ്ടാക്കാനല്ലേ ചെയ്യുള്ളൂ. മുന്താസല്ലേ ഒക്കെ കൊടുക്കല്. ഇമ്മല്ലേ പറഞ്ഞത് ഓള് കൊടുത്തോളൂന്ന്. അങ്ങനൊക്കെ ഞാൻ പറഞ്ഞീനി. ഇനിയിപ്പോ അതൊന്നും കാത്തിക്കണ്ട. എന്നെ കൊണ്ട് കഴിച്ചുമ്പോ ഓനിക്ക് വേണ്ടി ഇജു ചെയ്തു കൊടുത്തളാ. ഓളെ കാത്തുത്തിർക്കണ്ട. ചെല്ല്. എനിക്ക് വേണ്ടി എന്താ വെച്ചാ ചെയ്ത് കൊടുത്തങ്ങാണ്ടേ കുറച്ച് ചായ വെള്ളം എന്താ വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്. ഓളതൊന്നും പച്ച കാര്യമാക്കി എടുക്കണ്ട. ബാക്കില്ലേ ഞാൻ എടുത്ത് വെച്ചോണ്ട്. ആയിക്കോട്ടെ. ഇനിയിപ്പോ മനക്കോട് കയ്യിലെങ്കിൽ അവിടെ പോയി ഇരുന്നോളി. ഞാനിക്കത് ചായ കൊടുത്തതിന് ശേഷം ഇത് എടുത്ത് വെച്ചോണ്ട്. തക്കാളിയും വെണ്ടയ്ക്കും ഒക്കെ വാങ്ങിക്കണം. അതാ ഇതൊക്കെ ഇപ്പൊ ഇവിടെ ആരാ കൂട്ടുക? എന്തിനാ ഈ ചെറുക്കന് ഇതൊക്കെ വാങ്ങിക്കണം? റജില, അതാർക്ക ചായ? ഇത് ഇക്കാക്കാണ്. റഷീദിനാണ് ഈ കാട്ട്, ഞാൻ കൊടുക്കാലോ. ഇമ്മ പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കാന്. ആന്റിയോ? അതിപ്പോ എന്തേ ആന്റിക്ക് അങ്ങനെ ഒരു വർത്താനം? ഇതുവരെ ഞാനല്ലേ കൊടുത്ത്? ഞാൻ വന്നത് തൊട്ടേ ഞാൻ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. അത് ഞാൻ തന്നെ ഒഴിഞ്ഞ് അങ്ങോട്ട് ചെയ്തോണ്ട് കേട്ടോ. ആന്റി പറഞ്ഞക്കട അവര് ഇറങ്ങണമെന്ന് എനിക്ക് ബാധകമല്ല. ഈ അവിടെ നിന്ന് കുക്ക് ചെയ്താൽ മതി, ഞാൻ കൊടുത്തോണ്ട് അങ്ങോട്ട് കാട്ടും. അങ്ങോട്ട് താ. ഈ ബാക്കിയുള്ള ജോലിയാൾ തീർത്തോട്ടോ. അമ്മ ഫോൺ അടിക്കണ്ട്. അങ്ങോട്ട് കാട്ടു. ഇപ്പൊ എന്തൊക്കെയാണോ? ഹലോ, വലൈക്കും അസ്സലാം. എന്താ കാക്ക നിങ്ങൾ ഈ ചൂടാവണേ? സംഗതി കാക്കാന്റെ മോള തന്നെയാണ്. ഓളെ സ്വഭാവം ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല, നിസ്സാര കാര്യമാണ്. 2-3 ദിവസമായിട്ട് റജിലാക്ക് പനിയായിട്ട് ഓക്ക് വെച്ച. അപ്പോൾ അനക്കറിയാലോ എൻ്റെ മകളെ സ്വഭാവം. കൈക്ക് ചോറ്റും പാത്രം വരെ എടുത്തു കൊടുക്കണം. അത് ഇന്നെക്കൊണ്ട് കജ്ജു. ഓളെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. ഞാനല്ലേ ചോറും കറിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഇങ്ങനെ നടക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഓൾക്കും കൂടി ഉണ്ടാക്കി വെച്ച് ഓക്ക് എടുത്ത് തിന്നാൻ വെച്ചാത്ത അവസ്ഥ. ഓളത് തിരുമ്പാനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നെജ്ജ് കുറച്ച് ദിവസം 4 ദിവസം പെരീക്ക് പോയിക്കോ പറഞ്ഞു. കാക്കാനെ ഞാൻ വിളിച്ചറിഞ്ഞോണ്ട് പറഞ്ഞു. അപ്പോൾ ഓളെങ്ങനെയാണെങ്കിലും ഓള് പോകൂല. വന്നപ്പോൾ റെജില വന്നങ്ങാണ്ട് എന്താട്ടി അത് വാങ്ങി മാച്ചത് സഹിച്ചാൽ വെജാറിങ്ങാണ്ട് റെജില വെജാതെ എടുക്കണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സഹായിച്ചൂടെ എന്ന്. അപ്പോൾ ഓൾക്ക് എന്ത് പറഞ്ഞാലും രണ്ടാമത്തേന് ഓളെ മറുപടി ഇതൊന്നും അറിയില്ല, ഞാൻ അതൊന്നും എൻ്റെ പെരയിലെടുക്കലില്ല എന്നവള് പറഞ്ഞത്. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ തന്നെയല്ല ഇതൊക്കെ അറിയാം. അപ്പം ഞാൻ എൻ്റെ കുട്ടീനോട് പറയണ പോലെ തന്നെയല്ലേ നിങ്ങളെ കുട്ടി എൻ്റെ കുട്ടിയും വലിയ മാറ്റമല്ലല്ലോ കാക്ക, നമ്മളത് ഒന്നല്ലേ. അതൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്നില്ല. ഇപ്പം എനിക്കറിയാം. എന്നാലും ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചില്ലറിയല്ല. അടിക്കടി തന്നെയാണ് ഓള് പറയണേ. അപ്പം ഞാൻ പറഞ്ഞു അന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്തി വലിയതാക്കിയ പാപ്പാനെയും ഉമ്മാനെയും പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിങ്ങനെ ആയാൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല കാക്ക. കാരണം സ്വന്തം അമ്മായിനെ മനസ്സിലാക്കാൻ കഴിയാത്തോളാണ് ഓള്. ഞാനൊന്ന് വെച്ചാതെ കടന്നിട്ടേം കൂടി ഓള് ഇന്നൊന്ന് ഇതാക്കാനേ സഹായിക്കാൻ ഓള് വന്നിട്ടില്ല. സംഭവം നമ്മൾ 12-13 വയസ്സിൽ റജില കയറി വന്നപ്പോൾ നോക്കിക്കണമെങ്കിൽ ആ ഒരു നന്ദി അത് കാട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ മനസ്സിന് നിങ്ങൾ കൊടുത്തല്ല.
ഞാൻ തന്നെയാണ് ഇപ്പൊ ഈ കോരുമ്പട്ട് ഇറങ്ങിയതൊക്കെ. എനിക്കിപ്പോ എന്തോ ഒരു കുറവാണ് ഇപ്പോഴും ഓളവിടെ ഫോണുമ്മലും മറ്റാ കുന്തത്തുമ്മലൊക്കെ തോണ്ടി കുതിർക്ക് തന്നെയാണ്. വെജാത്ത ഓളും പിന്നെ നീച്ചാൻ വെക്കാത്ത ഞാനുമാണ് ഇപ്പോൾ ഈ പണികളൊക്കെ എടുക്കുന്നത്. പണികളൊന്നും ഇപ്പോൾ ഓളോട് എടുക്കണ്ടെന്നില്ല, അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നെയാണ്. പക്ഷെ വെജാതാവുമ്പോൾ അത് കണ്ടറിവ് വേണ്ടേ. അവനാൻ്റെ കൂടപ്പുറപ്പിനില്ലാത്ത പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവുമോ? അപ്പോൾ അത്രയും കുളിവിടെ ഉണ്ടായത്. ഇനിയിപ്പോൾ കാക്കാക്ക് വേണമെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് പോകും ജഡ്ജ. എന്താണ് എന്താട്ടി അലിച്ചൊരു കുഴപ്പമില്ല. പിന്നെ ഓള് അങ്ങോട്ട് വരുമ്പോഴേ അല്ലെങ്കിൽ കാക്ക അങ്ങോട്ട് വരുമ്പോൾ ഒന്ന് കാര്യങ്ങളൊക്കെ നാത്തൂനെയും കുട്ടിയും കൊണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ ആയാലും ഇപ്പോൾ അതൊരു ജീവിതമല്ല, എന്നും നാളെ ജീവിച്ചാൽ പോരല്ലോ. പിന്നെ റഷീദിൻ്റെ സ്വഭാവം അറിയണതും അല്ലേ. ഇപ്പം എത്ര ആയപ്പോൾ തന്നെ എത്രങ്ങാനും വട്ടാണ് ഓൾ തമ്മിൽ കച്ചറ കൂടിയിരിക്കണത്. എന്നാൽ ആ റജിലാനായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതൊരു പാവം സാധു ആയതുകൊണ്ട് ഇക്കാരം അറിയില്ല. എൻ്റെ മകനെ ഞാൻ നല്ലതാക്കി പറയല്ല, ഓന് കുറച്ച് വാശിയും ദേഷ്യമില്ലതാണെന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് ഇനി കാക്ക തീരുമാനിച്ചോളി എന്തൊക്കെയാണ് എന്നുള്ളത്. ശരി എന്നാൽ അസ്സലാമലൈക്കും. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അട്ടനെ പിടിച്ച് മെത്തേ കടത്തിയാൽ കറക്കുമോ എന്നാ വായിരിയപ്പത്. ആൻറ്റി, ഇതിപ്പോ എന്തെങ്ങനെയായത്? എന്താ മുന്താസേ? ഞാൻ വന്ന തൊട്ട് ഞാനല്ലേ എപ്പോഴും റഷീദിന് ചായ ആയാലും ഫുഡാണെങ്കിലൊക്കെ മുന്നിക്ക് ടേബിളിലേക്ക് വെച്ച് കൊടുക്കല്. ഇതിപ്പോ എന്തിനാ ആൻറ്റി ഓളെടുത്ത് പറഞ്ഞത്, റജിലാൻ്റെ അടുത്ത്? അതിനിപ്പോ എന്താ, ഓൾക്കിപ്പോ അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ആൻറ്റീനല്ലേ വന്ന് കയറിയോ പറഞ്ഞത് ഇനി മുതലെല്ലാം നീ ചെയ്താൽ മതിയെന്ന്. റഷീദ് ഓരോ സാധനങ്ങളും അവൾക്ക് മേടിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും അവള് റഷീദിന് ചെയ്തു കൊടുക്കുകയാണെങ്കിലൊക്കെ നിങ്ങളെല്ലാം എന്നോട് പറയില്ലേ ചെല്ല് വേഗം ഓടിച്ചെല്ലിന്നൊക്കെ. ഇപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞേക്കണേ. ഇനി ഞാൻ അതൊക്കെയാണ് തിരിച്ചെടുക്കുകയാണ്. അതൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. നിങ്ങളെൻ്റെ അടുത്ത് തന്നെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നിർത്തിക്കളി. കറി മീൻകറി ഉണ്ടാക്കണക്ക. ഞാൻ കൂടി കൂടി തരണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഉണ്ടായിക്കൊണ്ട്. അല്ലെ ഇങ്ങോട്ട് മാറിക്കുക, നമുക്ക് രണ്ടാം കൂടി ഉണ്ടാക്കാം. ഓറഞ്ച് ലേപാദ്യം തിന്നോളൂ, അപ്പൊ ഞാനേക്കുള്ളതൊക്കെ ശരിയാ. വേണ്ട, അത് ഞാൻ ഉണ്ടായിക്കൊണ്ട്, നിങ്ങൾ ഓറഞ്ച് തിന്നോളേ. എന്തപ്പോ റഷീദിന് ഇവിടെ റജിലാൻ്റെ അടുത്തൊരു ഇളക്കം. എന്തപ്പോ രണ്ടാളും കാറ്റ് അടുക്കളയില്. അല്ല എനിക്ക് നിനക്ക് ഒന്ന് കൂടി കൊടുത്തൂടാ. എന്നാ പിന്നെ ഇപ്പോൾ ഒറ്റ കിടന്നാടത്ത് ഇങ്ങനെ കഷ്ടപ്പെടണോ? ഇജെന്താ അടുക്കളയ്ക്ക് ഒന്നും കയറാത്ത? ഞാൻ റജിലാന് ഹെൽപ്പൊക്കെ ചെയ്യാം, പക്ഷെങ്കിൽ ഇതൊരു ശീലാക്കി എടുക്കൊന്നും വേണ്ട. ഇതിപ്പോ എനിക്ക് ഉണ്ടാക്കാൻ തന്നെ ഉള്ളു മുന്താസേ. ഈ പോയിങ്ങാണ്ട് എന്റെ പണിയെടുത്തോ. ഇങ്ങോട്ട് വാ, രണ്ടാളോട് കൂടിയാണ് ഉണ്ടായിക്കൂടുന്ന. ആ ഒരിറ്റു സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരുപാട് റജിലമാരുണ്ട്. അവരുടെ നല്ല ഒരു വാക്കു മതി ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കാൻ. ആദ്യത്തെ പോലെ റജിലയിലേക്ക് റഷീദ് വീണ്ടും അടുത്തോ? കാത്തിരുന്ന് കാണാം. ഇഷ്ടമായാൽ സപ്പോർട്ടാക്കാൻ മറക്കരുതേ.